വീഡിയോസിനെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബ് എടുത്തിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് യൂട്യൂബ് സ്റ്റുഡിയോയ്ക്ക് പോവാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിലായിട്ട് വീഡിയോസ് ഉണ്ടാവും. വീഡിയോസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യാനുണ്ട് വീഡിയോ സെലക്ട് ചെയ്യാം. ഞങ്ങളിപ്പോൾ കോസ്ലോൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എൻഡ് സ്ക്രീനിൽ എഴുതിയ ഒരു ബോക്സ് ഉണ്ടാവും. അതാദ്യം നമുക്ക് പ്രസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു സ്മോൾ പ്ലസ് ഐക്കൺ ഉണ്ടാവും. അതിൽ നമുക്ക് വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് ചൂസ് സ്പെസിഫിക് വീഡിയോ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചാനലിലുണ്ട് വീഡിയോസ് ഒരെണ്ണം ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്യാം. നമ്മുടെ എൻഡ് സ്ക്രീനിന് മിനിമം 5 സെക്കൻഡ്സ് എങ്കിലും ലെങ്ത് വേണം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് എൻഡ് സ്ക്രീൻ റെഡി ആയിട്ടുണ്ട്. മാക്സിമം 4 എൻഡ് സ്ക്രീൻ മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ മെത്തേഡ് ചെയ്തിട്ട് നമുക്ക് എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യാം. നമ്മുടെ എൻഡ് സ്ക്രീനിന് ലെങ്ത് ഇല്ലെങ്കിൽ അത് റെഡ് കളറിൽ കാണിക്കും. ബ്ലൂ കളർ ആവുന്ന വരെ നമുക്കിത് ഡ്രാഗ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കാം. കണ്ടില്ലേ, നമ്മുടെ എൻഡ് സ്ക്രീൻ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ എൻഡ് സ്ക്രീൻ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ കൂടെ എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എടുക്കാം. ഫസ്റ്റ് ലെറ്റ്സ് ഫിൽ ദ ഡീറ്റെയിൽസ്. വീഡിയോ ഫുള്ളായിട്ട് പ്രോസസ്സായ നമുക്ക് നെക്സ്റ്റ് അടിച്ചിട്ട് വീഡിയോ എലമെൻറ്റ്സ് സെക്കൻഡിലേക്ക് പോവാം. ഇതിൽ നമുക്ക് എൻഡ് സ്ക്രീൻ ബട്ടൺ പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് അടിച്ചിട്ട് വിസിബിലിറ്റിയിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് എല്ലാതും സേവ് ചെയ്യാം.